Hello friends, welcome to my YouTube channel Kerala Kesi. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പക്കോട റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുക ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കിലോ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് ബോയിലായി വന്നു കഴിഞ്ഞാൽ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റാണ് കേട്ടോ തിളപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ വാർത്ത് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ്. ഇനി സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓരോ കോളിഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും ഉപ്പിൽ മാറ്റം വരുന്നതായിരിക്കും. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 പച്ചമുളക് റൗണ്ടായി മുറിച്ചത്, ഒരു മീഡിയം സൈസ് സബോള നീളത്തിൽ മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തണ്ട് കറിവേപ്പില ചെറിയതാക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണിത്, കുറച്ച് മല്ലിയില അതും ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്, 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാലയെല്ലാം കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണം. അപ്പോൾ നല്ല പോലെ കയ്യോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷണൽ ആണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ കടലമാവിൻ്റെ കോട്ടിങ് നന്നായി പിടിക്കണം കേട്ടോ. എന്നാലാണ് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ കോളിഫ്ലവർ ആയിട്ട് വെച്ച് കൊടുക്കാം. ചൂടെണ്ണയാണ്. അപ്പോൾ കോളിഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണേ, കയ്യമ്മയ്ക്ക് ആവരുത് കേട്ടോ. ഒരു മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും മിഡിലിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇത് കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. ഈ പുറത്തുള്ള കോട്ടിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള മസാലയൊക്കെ ഓയിലിൽ സ്പ്രെഡായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള പക്കോട കിട്ടില്ല, അതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ ഇതായി തുടങ്ങി കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് 1 തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും അതിലും ടേസ്റ്റാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ചായക്കൊക്കെ പറ്റിയ ഐറ്റമാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ എല്ലാവർക്കും പക്കോട ഇഷ്ടമായെന്ന് കരുതുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഡെയിലി വരുന്നതായിരിക്കും കേട്ടോ. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.